ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അവൽ കൊണ്ടൊരു ബർഫി ഉണ്ടാക്കാൻ പോകും. അതിന് വേണ്ടിയിട്ട് അവൽ, പിന്നെ തരിതരിപ്പായിട്ട് പൊടിച്ച കുറച്ച് കടല, പിന്നെ തേങ്ങ ചിരണ്ടിയത്, പിന്നെ നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് വെച്ച നമ്മുടെ ശർക്കര. നമുക്ക് ആദ്യം നമ്മുടെ അവലൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കാം. നമ്മളെ അവൽ വറുത്ത് നമ്മളൊന്ന് പൊടിച്ച് നോക്കണം. അപ്പോൾ കയ്യിൽ വെച്ച് പൊടിയുന്ന ആ രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നല്ലപോലെ നമുക്ക് ഇളക്കി വറുത്തെടുക്കാം. നമ്മുടെ അവലെല്ലാം ചൂടായിട്ടുണ്ട്. ചൂടായി നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മൊരിഞ്ഞ മണം വരുന്നുണ്ട്. അപ്പം നമുക്കിതെടുത്ത് നോക്കാവേ. ഇതുപോലെ പൊടിയുന്ന അത്രയും നമ്മൾ ചൂടാക്കി എടുത്താൽ മതിയേ. അപ്പം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ വറുത്ത അവൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വെള്ളത്തിൽ നമ്മൾ നേരത്തെ അരിയാൻ വേണ്ടി വെച്ചതാണ് നമ്മുടെ ശർക്കര. ഇനി അത് ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉരുകി കട്ടിയാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കരയൊക്കെ കുറച്ച് ഉരുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരുപാട് ഇത് ഉരുകുന്നവരെ നോക്കി നിൽക്കണ്ട. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിരണ്ടി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഇത് നല്ലപോലെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച് കടല ഇട്ട് കൊടുക്കാം. കടല ചെറുതായിട്ടൊന്ന് പൊടിച്ചതേ ഉള്ളൂ കേട്ടോ, നല്ലതായിട്ട് പൊടിച്ചിട്ടില്ല. കടിക്കാനുള്ള പാകത്തിന് നമ്മൾ പൊടിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. നമ്മളിത് നമ്മൾ മാറ്റി വെച്ചില്ലേ അവൽ പൊടിച്ചത്, അത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കടലയുടെയും നെയ്യുടെയും ശർക്കരയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കൂടെ വെച്ചിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.